ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി വ്ളോഗ് ഇട്ടിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ രാവിലത്തെ പരിപാടികളാണ് ഇന്ന് കാണിക്കാൻ പോകണം കേട്ടോ. രാവിലെ തന്നെ എണീറ്റ് ഇതേ ഡോറൊക്കെ തുറന്നു. അപ്പോൾ അത് പുറത്തൊക്കെ നല്ല വെളിച്ചം വന്നിട്ടുണ്ട്. വെയിലായിട്ടില്ല, നല്ല വെളിച്ചമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞായറാഴ്ച ആയ കാരണം ഇത്തിരി വൈകിട്ടാണ് കേട്ടോ ഞാൻ എണീറ്റിട്ടുള്ളത്. അപ്പോൾ അടുക്കളയിൽ ഇനി വന്ന് പണികളൊക്കെ തുടങ്ങണം. അപ്പം ഇന്ന് പൂരി ബാജി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങും സബോളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മാവ് കുഴച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പണികൾ നോക്കുകയാണ്. മാവ് എത്ര നേരത്തെ കുഴച്ച് വെച്ചാൽ അത്രയും നല്ല ക്രിസ്പി ഉണ്ടാവും, നല്ല സോഫ്റ്റായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആദ്യം മാവ് കുഴച്ചു. അപ്പോൾ ഞാൻ മാവ് കുഴക്കണത് മൈദപ്പൊടിയും ഗോതമ്പ് പൊടിയും പിന്നെ ഒരു ഇത്തിരി റവയും കൂടി ഇട്ടിട്ട് പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ടാണ് കുഴച്ച് വയ്ക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങും ഇഞ്ചിയും സബോളയും പച്ചമുളകും പിന്നെന്താ വെളുത്തുള്ളിയും എല്ലാനും കൂടി കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഞാൻ വേവിച്ചതിന് ശേഷമാണ് അതിൽ കാച്ചി ഒഴിക്കുള്ളൂ കേട്ടോ. അങ്ങനെയാണ് എൻ്റെ ബാജി വെക്കൽ. നല്ല ടേസ്റ്റാണ് അങ്ങനെ വെച്ചാൽ. പെട്ടെന്ന് നമ്മുടെ ബാജിപ്പണി കഴിയുകയും ചെയ്യും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിൽ കഴിക്കുകയും ചെയ്യാം. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയൊന്നും എടുക്കണ്ട. പുഴുങ്ങിയൊക്കെ എടുക്കുമ്പോൾ കുറേ നേരം പിടിക്കില്ലേ. അപ്പോൾ രാവിലെ 2 മുട്ട കഴിക്കാൻ വേണ്ടി ഇപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങി എടുക്കല ചെയ്യാറ്. ആദ്യം എന്നും ഓംലേറ്റ് ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ പുഴുങ്ങലാണ് ചെയ്യണത്. ഓംലേറ്റ് ഉണ്ടാക്കി പിന്നെ മടിയായി തുടങ്ങി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തുടക്കത്തിലാണ്. ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലോട്ട് കാച്ചി ഒഴിക്കണം. ബൂരി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബൂരി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ കഴിക്കാൻ അവരെ വിളിച്ചിരുത്തിയിട്ടാണ് ഉണ്ടാക്കി തുടങ്ങുള്ളൂ കേട്ടോ. എന്നാലല്ലേ ടേസ്റ്റ് ഉള്ളൂ. ബൂരി കഴിക്കുമ്പോൾ നല്ല ചൂടിൽ തന്നെ കഴിച്ചില്ലെങ്കിൽ പിന്നെ ബൂരി കഴിക്കുന്നതിൻ്റെ ഗുണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ചൂടിൽ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത് വിളിച്ചിരുത്തിയിട്ട് വറക്കാൻ തുടങ്ങുള്ളൂ. അങ്ങനെ ഞാൻ ബൂരിയൊക്കെ വറക്കാനിട്ടു. അപ്പോൾ രാവിലെ തന്നെ ബൂരി കഴിക്കണോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. എണ്ണ മെഴുക്കല്ലേ, പക്ഷേ എണ്ണയൊന്നും അധികം പിടിക്കില്ല കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കണ ബൂരിയിൽ. എന്തായാലും വെളിച്ചെണ്ണയിൽ മുങ്ങി വരുന്നതല്ലേ, ഒരു എണ്ണ ഉണ്ടാവും എന്തായാലും. അല്ലാണ്ട് എണ്ണ കുടിച്ചിട്ട് ഒരുമാതിരി ഒന്നും ഇരിക്കില്ല, നല്ല ക്രിസ്പിയിൽ തന്നെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ബൂരി ബാജി കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടുകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഇന്ന് മോൾക്ക് ക്ലാസ് ഇല്ല, ഞായറാഴ്ചയാണ്. എന്നാലും എൻട്രൻസ് ക്ലാസ് ഉണ്ട്. അപ്പോൾ 12 മണിയാകുമ്പോൾ പോകണം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോവുക. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുക 12 മണിക്ക്. പിന്നെ വിശക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും കഴിക്കാണ്ട് പിന്നെ പോവാം. പിന്നെ വന്നതിന് ശേഷമാണ് ചോറ് കഴിക്കുള്ളൂ. ചോറ് അല്ലെങ്കിൽ എന്തെങ്കിലും വിശപ്പ് മാറാനുള്ളത് കഴിക്കുള്ളൂ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കഴിച്ചിട്ട് പോകും. അപ്പം ഇന്ന് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ സമയമുള്ളതല്ലേ, അപ്പോൾ ബൂരിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ബൂരി ഉണ്ടാക്കിയത്. അങ്ങനെ ബൂരികൾ ഓരോന്നോരോന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതേ ബാജിയിലോട്ട് ഞാൻ കാച്ചി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂട്ടോ ഈ പണി. അതുപോലെ തന്നെ എൻ്റെ ബൂരി ബാജിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ട് നന്നായിട്ട് റിവ്യൂ ഉണ്ടായിരുന്നു. നന്നായിട്ട് ഉണ്ടാക്കാൻ എളുപ്പമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയൊക്കെ ഉണ്ടാക്കണം അതേപോലെ തന്നെ ഇരിക്കും ഇതുപോലെ ഉണ്ടാക്കിയാൽ. വെള്ളമൊക്കെ പാകത്തിന് ഒഴിക്കണം. ഞാൻ ഉരുളക്കിഴങ്ങ് മുങ്ങിക്കെടുക്കാനുള്ള വെള്ളം ഒഴിക്കും. എന്നിട്ടാണ് കുക്കറിൽ അടച്ചു മൂടി വേവിച്ചെടുക്കുക. നന്നായിട്ട് വേവിക്കുകയും ചെയ്യും. അപ്പോൾ മുളക് ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ പോകണ്ട. ബസ് കയറ്റി കൊടുത്തിട്ട് പിന്നെ പോരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കഴിക്കണത്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ കുക്കുംബറാണ്. കുക്കുംബർ തൈ കുഴിച്ചിട്ടിട്ട് ഒരുപാട് കുക്കുംബർ ഉണ്ടായി കിട്ടി. അങ്ങനെ നല്ല കുക്കുംബറാണ് കേട്ടോ, നല്ല വെള്ള കളറിലുള്ള കുക്കുംബറാണ്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊന്നും ഞങ്ങൾ ചെത്തി കളയാറില്ല. തൊലി ചെത്തേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ ജൈവവളം മാത്രം ഇട്ടിട്ടാണല്ലോ ഉണ്ടാക്കിയെടുക്കണത്. പിന്നെ മരുന്നടിക്കൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഭാഗ്യത്തിന് ഇതിന് കേടൊന്നും അങ്ങനെ വന്നിരുന്നില്ല കേട്ടോ. അത് കാരണം കുക്കുംബർ, വെണ്ടയ്ക്ക, പച്ചമുളകിന് എന്തായാലും കേടുവരും. അത് നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാവില്ല, വെള്ളപ്രാണി വരൽ. പച്ചമുളക് ഒരു ട്രിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടില്ല. ഇതൊന്നും അങ്ങനെയല്ല കേട്ടോ, ഇതിനൊന്നും തീരെ കേട് വന്നില്ല. എന്താണെന്നറിയില്ല, ആദ്യമായിട്ട് ഞങ്ങൾ കുക്കുംബർ ഉണ്ടാക്കിയത്. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഞാനതേ മുതിരപ്പേരി, കുക്കുംബർ, കുറച്ച് ബൂരി ബാജി, ഒരു ബൂരി പിന്നെ ഒരു മുട്ടയ്ക്ക് കൂടി കഴിക്കുന്നത്. അങ്ങനെ എല്ലാവരും കൂടി മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. ബൂരിയൊന്നും ഞാൻ കഴിക്കലുണ്ടായില്ല, ഡയറ്റ് ചെയ്യുന്ന കാരണം അതൊക്കെ ഒഴിവാക്കി വെച്ചേക്കായിരുന്നു. ഇപ്പോൾ ഓരോന്നൊക്കെ കഴിച്ച് തുടങ്ങി. പിന്നെ എല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മുടെ
പാത്രങ്ങൾ കഴുകണ പരിപാടിയാണ് ഇനി അടുത്തത്. അപ്പോൾ അതൊക്കെ കഴുകി വെച്ച് പിന്നെ അവിടെയൊക്കെ അപ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് ഇനി ഉച്ചക്കലത്തെ പരിപാടികൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങണം. അപ്പം മീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. മീൻ വറ്റ എന്നാന്നുകൊണ്ട് പറഞ്ഞത്, എനിക്ക് ശരിക്കും അറിയില്ല പേര്. നല്ല കഴമ്പൊക്കെ ഉള്ള മീനാണ് കേട്ടോ, നല്ല മുള്ളൻ പോലെ ഇരിക്കുന്നുണ്ട്. പക്ഷേ നല്ല മാംസമുള്ള മീനായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വറുത്തിട്ടും. അപ്പം ഞങ്ങൾ ബയോഗ്യാസ് ഉണ്ട്, ബയോഗ്യാസിൻ്റെ ടാങ്കിൽ അപ്പം തന്നെ മീനിൻ്റെയൊക്കെ വേസ്റ്റ് കൊണ്ടൊഴിക്കും. ബാക്കിയുള്ള വേസ്റ്റുകളൊന്നും അങ്ങനെ അപ്പം തന്നെ ഇടണമെന്നില്ല. മീനിൻ്റെ വേസ്റ്റൊക്കെ നമുക്ക് മീൻ ഇറച്ചിയൊക്കെ കഴുകി വെള്ളം ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഗ്യാസ് കിട്ടുന്നുണ്ട്. ഞാൻ അതിലൊക്കെ കുറേ പരിപാടികൾ ചെയ്യും, എന്നിട്ടാണ് അത് തീർന്നതിന് ശേഷം ബാക്കിയുള്ളത് എടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മോളുടെ സ്കൂളിലൊരു ടീച്ചർ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ടീച്ചറെ കാണാൻ പോകണം. അവർ പഠിപ്പിച്ചിരുന്ന നിഷ ടീച്ചർ ഡോൺ ബോസ്കോയിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്ന് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വന്നു കഴിഞ്ഞിട്ടാണ്, കുളി കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ മീൻ ഫ്രൈ ചെയ്യാൻ നിന്നത്. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യുള്ളൂ, കഴിക്കുന്ന നേരത്ത് മാത്രമേ മീനൊക്കെ ഫ്രൈ ചെയ്യുള്ളൂ. അപ്പോൾ അതോടൊപ്പം തന്നെ വെണ്ടയ്ക്കുപ്പേരിയും കാഴ്ചയെടുത്തിട്ടുണ്ട്. മീൻ ഞാൻ ഫ്രൈ ചെയ്യാനിടുമ്പോൾ അപ്പം തന്നെ മൂടി വെക്കും കേട്ടോ. മൂടി വെക്കണ കാരണം അധികം മൊരിച്ചെടുക്കില്ല ഞാൻ, നല്ല കഴമ്പോട് കൂടി തന്നെ എടുക്കുള്ളൂ. കരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീനിൻ്റെ ഗുണങ്ങളൊന്നും നമുക്ക് കിട്ടില്ല എന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഹാഫ് ഫ്രൈയിലാണ് എടുക്കുക. അപ്പോൾ അത് വെണ്ടയ്ക്കുപ്പേരി, ചോറ്, അപ്പം അയില കറി വെച്ചതുണ്ട്, അത് ഇന്നലെ വെച്ച കറിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ ലഞ്ച് കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇനി അത്ര അധികമൊന്നുമില്ല. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടീച്ചർ മരണം എല്ലാവർക്കും ഭയങ്കര ഷോക്കായി. അപ്പോൾ അത് ഒന്ന് കാണാൻ പോകണം, സ്കൂളിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.